നമുക്കിന്ന് ചെറിയൊരു പെയിൻറ്റിങ് ട്യൂട്ടോറിയൽ നോക്കാം. നമ്മുടെ തമ്മിൽ കണ്ട പോലെ തന്നെ ഒട്ടും പെയിൻറ്റിങ് അറിയാത്ത എന്നാൽ പെയിൻറ്റിങ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത്. അപ്പോൾ ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണല്ലോ, അതുകൊണ്ട് നമുക്ക് എത്ര സിമ്പിളാക്കാൻ പറ്റുമോ അത്രയും സിമ്പിളാക്കിയിട്ട് ചെയ്യാം. പൊതുവേ നമ്മൾ പെയിൻറ്റിങ്സ് ചെയ്ത് കണ്ടിട്ടുള്ള എന്തിലാ, ഒന്നല്ലെങ്കിൽ ക്യാൻവാസിൽ അല്ലെങ്കിൽ സ്കെച്ച് ബുക്കുകളിൽ. എന്നാൽ പെയിൻറ്റിങ്സ് ചെയ്ത് പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറും ഒരു A4 ഷീറ്റ് മാത്രം മതി നമുക്കൊരു സിമ്പിൾ പെയിൻറ്റിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പൊതുവേ മറ്റ് ബേസുകളിൽ ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഇതിലുണ്ടാവില്ല. പക്ഷേ നമ്മളൊരു ബിഗിനർ ആണല്ലോ, അപ്പോൾ നമുക്ക് പെയിൻറ്റിങ് ചെയ്ത് പഠിക്കാൻ A4 ഷീറ്റ് തന്നെ ധാരാളമാണ്. നമ്മളൊരു മുഴുവൻ A4 ഷീറ്റിലല്ല ഇത് ചെയ്യുന്നത്, അതിനെ പകുതിയാക്കി കട്ട് ചെയ്തിട്ട് അതിനൊരു പീസിലാണ് ചെയ്യുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ ആദ്യം കുറച്ച് ബ്ലൂ കളർ എടുക്കുക, ഡാർക്ക് ബ്ലൂ. എന്നിട്ട് അതിനകത്ത് കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു കളർ കിട്ടും. ഈ കളറാണ് നമ്മൾ ആദ്യം ബേസ് ആയിട്ട് അടിച്ചു കൊടുക്കുന്നത്. നമ്മളൊരു നൈറ്റ് വ്യൂ പോലത്തെ പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്, അപ്പോൾ ആ ഒരു നൈറ്റ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ബ്ലൂ അടിച്ചു കൊടുക്കുന്നത്. ഒരു A4 ഷീറ്റിൻ്റെതായ പരിമിതികൾ ഇതിനുണ്ട് കേട്ടോ, കാരണം കട്ടി കുറവാണ്. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് നീങ്ങിപ്പോവും. നമ്മുടെ ശക്തി മുഴുവൻ എടുത്ത് പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കീറിപ്പോവും. അപ്പം അങ്ങനെയൊന്നും ചെയ്യരുത്, വളരെ പതുക്കെ സാവധാനം ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ പെയിന്റ് അടിക്കുമ്പോൾ കീറിയാലും കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മൾ വേറെ ഒന്നെടുത്ത് ചെയ്യണം. നമ്മൾ മെയിൻ ഉദ്ദേശം പെയിന്റിങ് പഠിക്കുക എന്നുള്ളതാണല്ലോ. അപ്പം കാര്യം കണ്ട പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണല്ലോ, അങ്ങനെ എന്തോ അല്ലേ, അങ്ങനെന്തോ ആണ്. അപ്പം നമ്മൾ ബേസ് ഫുള്ള് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മളൊരു കുപ്പിയുടെ അടപ്പെടുക്കുക, ഒരു കുപ്പിയുടെയോ അല്ലെങ്കിൽ ചെറിയ അളക്കിൻ്റെയോ എന്തെങ്കിലും അടപ്പെടുക്കുക. എന്നിട്ട് വൈറ്റ് പെയിൻ്റ് എടുത്ത് അതിൻ്റെ ചുറ്റിലും അതിൻ്റെ റൗണ്ടിൽ മാത്രം ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് അത് നമ്മുടെ പേപ്പറിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ഹാഫ് റൗണ്ട് വരും, ഹാഫായിട്ട് അടിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് അത് ബ്രഷും പിന്നെ നമ്മുടെ കയ്യും വെച്ച് ഷേപ്പ് ചെയ്തിട്ട് ഒരു അമ്പിളിമാമനെ പോലെ ആക്കിയെടുക്കുക. കുറച്ച് ബ്ലൂവും കൂടെ ആഡ് ചെയ്യാം കേട്ടോ, ബ്ലൂവും വൈറ്റും കൂടെ ആഡ് ചെയ്തിട്ട് ആ അമ്പിളിമാമൻ്റെ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരാം. അതായത് ഒരു ഹാഫ് മൂൺ പോലെ ആക്കിയെടുക്കാം. അപ്പം അത് കഴിഞ്ഞു. ഇനി നമുക്ക് 1-2 ട്രീ വരച്ചെടുക്കാം. അതിന് ബ്ലാക്ക് കളർ എടുത്തിട്ട്, ഇത് കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷെ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. നമ്മളൊരു ഏകദേശം ഒരു മരത്തിൻ്റെ ഷേപ്പ് നമുക്കറിയാമല്ലോ, മരത്തിൻ്റെ ചില്ലകളൊക്കെ ഷേപ്പ് അറിയാമല്ലോ. അപ്പം അതൊക്കെ ഒന്ന് വെച്ച് ഒന്നങ്ങ് വരച്ചു കൊടുക്കുക. വളരെ റഫായിട്ട് വരച്ചാൽ മതി കേട്ടോ, അത്ര സ്കെച്ചെല്ലാം ഇട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ബ്രഷിൽ ബ്ലാക്ക് പെയിൻറ് എടുക്കുക, ഏകദേശം ഇത് നോക്കി ആ ഒരു രൂപം വരുത്തിക്കാൻ നോക്കുക. അപ്പം അങ്ങനെ ഞാൻ 2 മരങ്ങൾ വരച്ചെടുത്തിട്ടുണ്ട്. ഒരു മരത്തിൻ്റെ ഇടയിൽ കൂടെ മറ്റൊരു മരം വരുന്ന രീതിയിലാണ് വരച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ബോറടിക്കരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ, ചില സ്ഥലങ്ങളിൽ മാത്രം. അതായത് നോർമൽ സ്പീഡിൽ ഈ വീഡിയോ ഇട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ബോറടിക്കും, കാരണം ഒരുപാട് സമയം എടുക്കുന്നുണ്ടല്ലോ നമ്മൾ പെയിൻറ് എടുക്കാൻ പോകുമ്പോൾ, ബ്രഷ് കഴുകാൻ പോകുമ്പോൾ, അങ്ങനെയൊക്കെ. അപ്പോൾ ആ ഒരു ലാഗ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ചില സ്ഥലങ്ങളിൽ മാത്രം വീഡിയോയുടെ സ്പീഡൊന്ന് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നിങ്ങൾക്ക് ഇങ്ങനെയല്ല നോർമൽ സ്പീഡിൽ തന്നെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോയിൽ മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിലും ഇതിൽ സിമ്പിളായിട്ടുള്ള വീഡിയോ വേണമെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇനി നമ്മൾ വൈറ്റിൽ കുറച്ച് ബ്ലാക്ക് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക, അതായത് ഒരു നിഴൽ പോലെ വരച്ചു കൊടുക്കുക. അത് മുഴുവനായിട്ടല്ല, ബ്ലാക്കിൻ്റെ ഒരു സൈഡിൽ മാത്രം കേട്ടോ. പിന്നെ മുകൾ ഭാഗത്തും ചെറിയ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ആ ഒരു ലൈൻ കൊടുക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ബ്ലാക്കും കൂടെ കൂട്ടത്തിനടുത്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫിനിഷിങ് കിട്ടും കേട്ടോ. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് കുറച്ച് പൂക്കളാണ്. മഞ്ഞ കളർ എടുത്ത് ചെറിയ ബ്രഷ് കൊണ്ട് ചെറിയ ഇതളുകൾ വരച്ചു കൊടുക്കുക. അപ്പം നമ്മൾ പൂക്കളായി കിട്ടും. അത് എല്ലായിടത്തും വരച്ചു കൊടുക്കുക, ആ ചില്ലകൾ എല്ലായിടത്തും വരച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് വരയ്ക്കുക, അതായത് നന്നായിട്ട് പൂത്ത് നിൽക്കുന്ന ഒരു മരം പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ മഞ്ഞ കളർ പൂക്കൾ മാത്രമേ വരച്ചിട്ടുള്ളൂ. അപ്പം ഇനി വേറെ കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാം. എന്നിട്ട് വൈറ്റ് കളർ എടുത്ത് ഇതിനൊക്കെ നടുവിൽ ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കൊരു ലാൻഡ് ക്രിയേറ്റ് ചെയ്തെടുക്കണം. അതിന് ബ്ലാക്ക് കളർ എടുത്തിട്ട് കുറച്ച് പുല്ലുകൾ വരച്ചു കൊടുക്കാം. അതായത് നമ്മൾ ഇത്രയും നേരം വരച്ച അതേ ബ്രഷ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ മേലോട്ട് വരച്ചു കൊടുത്താൽ മതി. പിന്നെ അടിയിൽ കുറച്ച് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക ബ്ലാക്ക് കളർ കൊണ്ട്. മുകളിലേക്ക് പുല്ലിൻ്റെ എഡ്ജ് നിൽക്കുന്ന പോലെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ സിമ്പിൾ പെയിൻറ്റിങ്. ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ കംപ്ലീറ്റ് ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിലും സിമ്പിളായിട്ടുള്ള പെയിൻറ്റിങ് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.